സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് ഏതാണ്ട് 104 മിനിറ്റാണ് നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ പ്രസംഗിച്ചത്. അതൊരു സകലകാല റെക്കോർഡാണ്. അത്തരത്തിൽ ഇതുവരെ ഒരു പ്രധാനമന്ത്രിയും ഇത്ര ദീർഘ പ്രഭാഷണം നടത്തിയിട്ടില്ല. അതിന് കൃത്യമായ കാരണവുമുണ്ട്, പശ്ചാത്തലവുമുണ്ട്. ഇന്ത്യയും അമേരിക്കയുമായിട്ടുള്ള വ്യാപാര യുദ്ധം, അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ സംഗതി. പക്ഷേ പഹൽഗാം ഭീകരാക്രമണം, ഓപ്പറേഷൻ സിന്ദൂർ ഇതിന് കഴിഞ്ഞതിന് ശേഷമുള്ള ആദ്യത്തെ സ്വാതന്ത്ര്യദിന ആഘോഷമാണ്. തീർച്ചയായിട്ടും അതിൻ്റെ പ്രാധാന്യം വർദ്ധിക്കുന്നു. പാകിസ്ഥാൻ നിരന്തര ഭീഷണി മുഴക്കുന്നു, അതിനും മറുപടി കൊടുക്കേണ്ടതുണ്ട്. അമേരിക്കയ്ക്കും മറുപടി കൊടുക്കേണ്ടതുണ്ട്. അത്തരത്തിൽ രണ്ട് കൂട്ടർക്കും വയറ് നിറഞ്ഞു കൊടുത്തു കാണും എന്നാണ് കരുതുന്നത്. എന്തൊക്കെയായിരുന്നു അദ്ദേഹം അവിടെ പറഞ്ഞത്? ഒരുപാട് വാഗ്ദാനങ്ങൾ മോദിയുടെ ഭാഗത്തു നിന്നുണ്ടായി. അതായത് ഇന്ത്യ കേൾക്കാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ അത് തന്നെയാണ് കൃത്യമായി നരേന്ദ്രമോദി പറഞ്ഞു വച്ചത്. മോദി സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ലോകത്തിന്റെ കണ്ണ് മുഴുവൻ ഇന്ത്യയിലേക്കായിരുന്നു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ഇതുവരെ ഉണ്ടായിരുന്ന ഒരു രീതിയല്ല 2014 ശേഷം. വാജ്പേയി ഭരിച്ച സമയത്തും അങ്ങനെ തന്നെയാണ്. ലോകം മുഴുവൻ ഇന്ത്യയിലേക്ക് തന്നെയാണ് നോക്കിയിരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഇന്ത്യയിലേക്ക് മാറ്റം വന്നതും ഇന്ത്യ മറ്റു രാജ്യങ്ങൾക്ക് സ്വീകാര്യനായതും ഇപ്പോഴും സ്വീകാര്യമായി കൊണ്ടിരിക്കുന്നതും നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷമാണ്. അത് നിസ്സംശയം പറയാം. ചിലപ്പോൾ എതിരാളികളല്ല എന്ന് പറയും, അതൊക്കെ ഓരോരുത്തരുടെ രീതിയാണ്. പക്ഷേ എങ്കിൽ പോലും ഇന്നലെ മോദി അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള 12ാമത്തെ സ്വാതന്ത്ര്യദിന പരിപാടിയിലാണ് നരേന്ദ്രമോദി പങ്കെടുക്കുന്നത്. രാജ്യത്തെ 79ാമത്തെ സ്വാതന്ത്ര്യദിന ആഘോഷമാണ് നടന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കുന്നത് എന്തായിരിക്കും അമേരിക്കയ്ക്ക് നൽകുന്ന മറുപടി, പാകിസ്ഥാന് നൽകുന്ന മറുപടി, ഇന്ത്യൻ ജനങ്ങൾക്ക് എന്തൊക്കെ ആനുകൂല്യങ്ങൾ ഇതിലുണ്ടാകും, ഇതൊക്കെയാണ് നമ്മൾ ഉറ്റുനോക്കിയിരുന്നത് എന്നുള്ളതാണ്. ഇതിനിടയിൽ നമ്മളൊക്കെ ചോദിച്ച ഒരു ചോദ്യമുണ്ട്, എവിടെയാണ് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ്? രാജ്യം സ്വാതന്ത്ര്യം ആഘോഷിക്കുമ്പോൾ, രാജ്യത്തെ മുഴുവൻ ജനങ്ങളും സ്വാതന്ത്ര്യം ആഘോഷിക്കുമ്പോൾ, രാജ്യത്തോട് എന്തൊക്കെ അല്ലെങ്കിൽ ഭരിക്കുന്ന പാർട്ടിയോട് എന്തൊക്കെ എതിർപ്പ് പ്രകടിപ്പിക്കുമ്പോഴും സ്വാതന്ത്ര്യ ദിന ആഘോഷത്തിൽ ആ രാജ്യത്തോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ കടമയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ ഇന്നലെ രാഹുൽ ഗാന്ധിയുടേതായ ഒരു സ്ഥലത്ത് ഖാർഗെ, അതായത് കോൺഗ്രസ് അധ്യക്ഷൻ ഖാർഗെയുമായി റിമോട്ട് കൺട്രോളിൽ കാറൊക്കെ കളിക്കുന്നത് പോലെ ദേശീയ പതാക ഉയർത്തുന്ന ഒരു രംഗം നമ്മൾ കണ്ടു. മഴ നനഞ്ഞ് ഞാൻ മഴയത്ത് നിന്നുകൊണ്ടാണ്, അതായത് ഈ രാവിലെ നമ്മൾ കുഞ്ഞുങ്ങളെയൊക്കെ പഠിക്കാനായിട്ട് വിളിക്കുമ്പോൾ ഉറക്കത്തിൽ നിന്ന് ഉണർന്നു വന്ന് നിൽക്കില്ല, എനിക്ക് വയ്യ ഇപ്പോൾ പോവാൻ എന്നുള്ള രീതിയിൽ അങ്ങനെ രാഹുൽ ഗാന്ധി നിൽക്കുന്ന റീൽസ്, അത് റീൽസ് എടുക്കാനും അദ്ദേഹം സമയം കണ്ടെത്തി എന്നുള്ളതാണ്. ആ റീൽസാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവൻ പ്രചരിക്കുന്നത്. എന്തായാലും ഈ വ്യാജ വോട്ട് ക്രമക്കേട് നടന്നു എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് പ്രതിഷേധവുമായി രംഗത്തിറങ്ങുന്ന സമയത്താണ് നമ്മൾ ഒരു സ്വാതന്ത്ര്യ ദിനത്തെ കൂടി ആഘോഷിച്ചത് എന്നുള്ളത്. ആ ആഘോഷത്തിൽ ഇതെല്ലാം മോദി സംസാരിച്ചു തുടങ്ങിയതോടുകൂടി ഇതെല്ലാം ഈ കൊണ്ടുവന്ന എല്ലാ ആരോപണങ്ങളും കാറ്റിൽ പറന്നു എന്ന് തന്നെ പറയേണ്ടി വരും. മോദി പല കാര്യങ്ങളും, അതായത് അമേരിക്കയെ പ്രത്യക്ഷത്തിൽ അല്ലെങ്കിലും പരോക്ഷമായി മോദി അമേരിക്കയോട് കാര്യങ്ങൾ പറഞ്ഞുവെങ്കിലും പാകിസ്ഥാനോട് പ്രത്യക്ഷത്തിൽ തന്നെയാണ് മറുപടി നൽകിയത്. പാകിസ്ഥാനോട് ഒരു തരത്തിലും രക്തവും വെള്ളവും ഒരുമിച്ചൊഴുകില്ല, ഇനി ആരെ എവിടെ നിന്ന് എന്തൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞാലും ഒരു തരത്തിലും ഞങ്ങൾ സഹകരിക്കില്ല, സഹകരിക്കണമെങ്കിൽ ഭീകരവാദം അവസാനിപ്പിക്കൂ, അതിനുശേഷം ഞങ്ങൾ പറഞ്ഞ ഭീകരവാദികളെ, മസൂദ് അസർ ഉൾപ്പെടെയുള്ള ഭീകരവാദികളെ ഇന്ത്യക്ക് തരാനുള്ള നടപടി സ്വീകരിക്കൂ, അതിനുശേഷം നമുക്ക് മറ്റു കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കാമെന്നാണ് പറയുന്നത്. മാത്രമല്ല ഈ GSTയുടെ കാര്യത്തിലും കൃത്യമായ നിലപാട് മോദിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം നമ്മളോട് അമേരിക്കയ്ക്ക് ഇത്ര പക തോന്നാനുള്ള രണ്ട് കാരണങ്ങളിൽ ഒന്ന്, നമ്മൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നു. അപ്പോൾ ഈ എണ്ണ വാങ്ങുന്നത് കൊണ്ടാണ് അമേരിക്കയെ തൃപ്തിപ്പെടുത്താനാണ് അസീം മുനീർ അമേരിക്കയിൽ പോയി നിന്നിട്ട് റിലയൻസിൻ്റെ പ്ലാന്റുകളിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ റഷ്യയിൽ നിന്ന് കൊണ്ടുവരുന്ന അസംസ്കൃത എണ്ണ ശുദ്ധീകരിക്കുന്നത്. അപ്പോൾ അത് ഇല്ലാതാക്കാൻ, അത് അത്തരത്തിൽ അമേരിക്കയ്ക്കൊരു ഭീഷണിയാണ് റിലയൻസ് എങ്കിൽ റിലയൻസിനെ തകർക്കുക എന്നുള്ള ഒരു നിലപാട് കൂടി സ്വീകരിക്കാൻ തയ്യാറാകുന്നുണ്ട് അസീം മുനീർ. അപ്പോൾ അങ്ങനെ പാകിസ്ഥാൻ നമുക്കെതിരെ തിരിയുമ്പോഴാണ് മോദി പറയുന്നത്, പാകിസ്ഥാൻ ഇനി കൂടുതൽ വാ തുറന്നാൽ ഞങ്ങൾ തിരിച്ചടിക്കാൻ പോകുന്നത് താങ്ങാനുള്ള കപ്പാസിറ്റിയും നിങ്ങൾക്കുണ്ടാകണം.
സ്വദേശീയമായ കാര്യങ്ങളിൽ മാത്രമാണ് ഞങ്ങൾ ഇനി ശ്രദ്ധ ധരിപ്പിക്കുന്നത്. അതായത് നമ്മൾ തദ്ദേശീയമായി ഉണ്ടാക്കിയെടുത്ത ബ്രഹ്മോസ് മിസൈൽ മാത്രം മതി പാകിസ്ഥാനെ തകർത്ത് തരിപ്പണമാക്കാൻ. മാത്രമല്ല രാജ്യത്ത് നിത്യോപയോഗ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും നികുതി ഭാരം കുറയുമോ എന്നുള്ളൊരു ചോദ്യമാണ് ഏറ്റവും കൂടുതൽ ഉയർന്നത്. നരേന്ദ്രമോദി അത് കൃത്യമായി പറഞ്ഞു. ദീപാവലിയോടെ GSTയിൽ വൻ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ പറഞ്ഞത്. ചരക്ക് സേവന നികുതി അതായത് GST 2 സ്ലാബുകൾ മാത്രമാക്കി നിലനിർത്താൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചെന്നാണ് വിവരം. കാരണം ഇവിടെ നിന്ന് അങ്ങോട്ട് കയറ്റി വിടുമ്പോഴും ആളുകൾക്ക് തീരുവ കൊടുക്കണം, അവിടെ നിന്ന് വാങ്ങുമ്പോഴും അതിന് വലിയ വില കൊടുക്കണം. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ നോക്കുമ്പോൾ നമ്മുടെ സാധാരണക്കാർക്ക് അത് വലിയ ബുദ്ധിമുട്ടാവും എന്നുള്ളത് കണ്ട് നമ്മൾ നമ്മുടെ തീരുവ കുറയ്ക്കാം. എങ്ങനെ കുറയ്ക്കാൻ കഴിയും അതിനെക്കുറിച്ചാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ തീരുമാനിക്കുന്നത്. 5, 18 എന്നിങ്ങനെ 2 സ്ലാബുകളിലായി ചരക്ക് സേവന നികുതി കൊണ്ടുവരാനാണ് സർക്കാർ തീരുമാനിക്കുന്നത്. ഇതോടെ നിലവിൽ 28% GST ഉള്ള 90% വസ്തുക്കളും 18% മാറും. നിലവിൽ 12% GST ഉള്ള 99% വസ്തുക്കളും 5% വരും. സിഗരറ്റ്, പുകയില തുടങ്ങി ലഹരി ഉൽപ്പന്നങ്ങൾ, ആഡംബര വസ്തുക്കൾ തുടങ്ങിയവയ്ക്ക് 40% നികുതി വരുന്ന പ്രത്യേക സ്ലാബും വന്നേക്കും. 40% നികുതി വരുന്ന വിഭാഗത്തിൽ 10ൽ താഴെ ഉൽപ്പന്നങ്ങൾ മാത്രമേ ഉണ്ടാകൂ എന്നാണ് വിവരം. റെഫ്രിജറേറ്റർ, എയർ കണ്ടീഷണർ, വാഷിംഗ് മെഷീൻ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ ഒന്നും ഇതിലുണ്ടാകില്ല. നികുതി ഘടന പരിഷ്കരിച്ചാലും പെട്രോളിയം ഉൽപ്പന്നങ്ങൾ GSTയുടെ പരിധിക്ക് പുറത്ത് തന്നെ തുടരുമെന്നാണ് സർക്കാർ പറയുന്നത്. അതായത് ഈ നമ്മുടെ ചരക്ക് നികുതി കുറച്ചുകൊണ്ട് കയറ്റുമതി ചെയ്യുന്നവർക്ക് കുറച്ചുകൂടി സഹായകരമാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് നോക്കുന്നത്. ഇപ്പോൾ പാകിസ്ഥാന് ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷവും അവർ നിരന്തരം ഇന്ത്യക്കെതിരെ യുദ്ധഭീഷണി മുഴക്കുന്നുണ്ട്. ഇന്ത്യക്കെതിരെ ആണവ യുദ്ധം തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അസീം മുനീർ. അപ്പോൾ അതിനെക്കുറിച്ചും പ്രധാനമന്ത്രി പറഞ്ഞു കാര്യമാണല്ലോ. അതെ, തീർച്ചയായിട്ടും. അതാണ് അദ്ദേഹം തുടക്കത്തിൽ പറഞ്ഞത്. പാകിസ്ഥാന് പ്രത്യക്ഷത്തിൽ തന്നെയാണ് ഞാൻ മറുപടി നൽകുന്നത്. പാകിസ്ഥാൻ ഇനി കൂടുതൽ കളിച്ചാൽ പാകിസ്ഥാൻ്റെ അവസ്ഥ വല്ലാത്ത രീതിയിലേക്ക് പോകും. ഇനി ഇത്തരത്തിൽ വായ്ത്താളം അടിച്ചുകൊണ്ട് നടന്നാൽ എപ്പോഴും ഇന്ത്യ കേട്ടുകൊണ്ടിരിക്കുമെന്ന് വിചാരിക്കരുത്. ഇതൊരു താക്കീതായി തന്നെയാണ് മോദി പറയുന്നത്. ഒരു തരത്തിലുമുള്ള നയതന്ത്ര പ്രഹരം ഞങ്ങൾ പിൻവലിക്കില്ല. നിങ്ങൾ ഏതൊക്കെ കോടതി കയറി ഇറങ്ങിയാലും ഞങ്ങൾ അതിൽ നിന്ന് 1 ഇഞ്ച് പിന്നോട്ടില്ല. പിന്നെ ഇന്ത്യയെ മിസൈൽ ഉപയോഗിച്ച് തകർക്കാമെന്നും അണുവായുധം ഉപയോഗിച്ച് തകർക്കാമെന്നും ഒക്കെ ഉള്ളത് പാകിസ്ഥാൻ സ്വപ്നം കാണുന്ന കാര്യം മാത്രമാണ്. അത് നടക്കാൻ പോകുന്നില്ല. ഇന്ത്യയിലെ ജനങ്ങളെ ഒന്ന് തൊടാൻ പോലും പാകിസ്ഥാനിന് കഴിയില്ല. മതം ചോദിച്ചുകൊണ്ടാണ് നമ്മളെ തകർത്തത്, മതം ചോദിച്ചുകൊണ്ടാണ് നമ്മളെ ഇല്ലാതാക്കിയത്. ആ മതം ചോദിച്ചുകൊണ്ട് ഇല്ലാതാക്കിയവർക്ക് അതേ രീതിയിൽ തന്നെ കൃത്യമായ മറുപടി ഇന്ത്യ നൽകിയിട്ടുണ്ട്. അതിൽ പങ്കെടുത്തവരെയൊക്കെ ഇന്ത്യ തീർത്ത് കെട്ടിയിട്ടുണ്ട്. മാത്രമല്ല പാകിസ്ഥാനിലെ ഒരു ജനങ്ങൾക്ക് പോലും ഒരു പോറൽ പോലും ഏൽക്കാതെ അവിടുത്തെ ഭീകരവാദ ക്യാമ്പുകൾ മാത്രമാണ് ഇന്ത്യ ലക്ഷ്യം വെച്ചത്. മാത്രമല്ല പാകിസ്ഥാന്റെ വിമാനങ്ങൾ തകർത്തു എന്നുള്ള വാർത്ത കഴിഞ്ഞ ദിവസമാണ് വന്നത്. അപ്പോൾ മൊത്തത്തിൽ എല്ലാത്തിനെയും കൂട്ടി അമേരിക്കയ്ക്കും കൊടുത്തു, പിന്നെ പാകിസ്ഥാനും കൊടുത്തു നരേന്ദ്രമോദി. ഇതിലൊക്കെ കണ്ട് കാരണം മോദി ലോകത്തെ മുഴുവൻ കയ്യിലെടുത്തു, ഇന്ത്യയിലെ ജനങ്ങളെ മുഴുവൻ കയ്യിലെടുത്തു. ചങ്കിടിച്ചിരിക്കുകയാണ് രാഹുൽ ഗാന്ധിക്ക് എന്നതാണ്.